ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടന്നാലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബിരിയാണി ചെമ്പിൽ വന്ന് നോക്കുകയാണ്. ബിരിയാണി ഉണ്ടോ നമ്മുടെ സുധിയും ചന്ദ്രയും കൂടി ചേർന്നിട്ട് രണ്ടുപേർക്കും വ്രതം ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ വ്രതമെടുക്കേണ്ട കാര്യമില്ല, മുട്ടയിൽ കൂടോത്രം ഒന്നുമല്ല, അതേതോ കൊച്ചു ചെയ്ത വികൃതിയാന്ന് മനസ്സിലാക്കിയ നമ്മുടെ ചന്ദ്രയും സുധിയും കൂടെ വന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെമ്പില് ബിരിയാണി ഇല്ല. ബിരിയാണിയുടെ ഒരു ഒരു എന്താ പറയുക, ഒരു അരി പോലും കിടപ്പില്ല. നമ്മുടെ രവീന്ദ്രൻ ഇത് കണ്ട് ചിരിച്ചോടെ നിൽക്കുക. രവീന്ദ്രൻ പറഞ്ഞു, ദേ നോക്കിക്കേ, ബിരിയാണിയിൽ ഒരു എല്ല് പോലും കിടപ്പില്ല. അതൊക്കെ എപ്പോഴേ തീർന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നത് കൊണ്ട് എല്ലാവരും കൂടെ നല്ലൊരു പിടി പിടിച്ചു. ബിരിയാണി ചെമ്പ് കാലിയായി. എന്ത് ചെയ്യാനാ ചന്ദ്രേ, തീർന്നു പോയി. നിങ്ങള് ഇനിയിപ്പം വ്രതം മുറിക്കാൻ കുറച്ച് പാടുപെടും. ഏതായാലും ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഒരു ഏമ്പക്കമൊക്കെ വിട്ടു കേട്ടോ. അന്നിട്ട് രവീന്ദ്രൻ അങ്ങ് പോവുക നല്ലൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സുധി, എന്റെ പൊന്നമ്മ, ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇനിയിപ്പോ എന്ത് ചെയ്യാനും, നിന്റെ ഒരു കോഴിമുട്ടൻ കൂടത്ര മര്യാദയ്ക്ക് പൊക്കോണെന്ന് പറഞ്ഞ് ചന്ദ്രയ്ക്ക് ദേഷ്യം വന്ന് സുധിക്കിട്ടൊരു അടിയൊക്കെ കൊടുത്തു കേട്ടോ. ഈയോ, നല്ല ബിരിയാണി അല്ലായിരുന്നോ നമ്മുടെ ശ്രീകാന്ത് വെച്ചത്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ സുധി, ബിരിയാണി കിട്ടിയില്ല, അടിയും കൊള്ളേണ്ടി വന്നു, ഒരു മുട്ട കാരണം എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കാം. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മീരേനെയും ബീരാനിക്കാനെയാണ്. അങ്ങനെ നമ്മുടെ മീരാനെ കാണാനായിട്ട് ശ്രുതി വരിക. മീര വിളിച്ചായിരുന്നല്ലോ. അപ്പോഴത്തേക്കും ശ്രുതി വന്നിട്ട്, അല്ല നീ എന്തിനാ എന്നെ കാണാൻ പറഞ്ഞത്, കാണണമെന്ന് പറഞ്ഞത്, എന്താ പറ്റിയത്? അതിന് എനിക്കല്ല, ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹത്തിനോ? ഇതാരാ? അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക് അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഞെട്ടിവിട്ടോ. ശ്രുതി, ഇയാളെന്താ ഇവിടെ? അല്ല, ഇയാൾക്ക് എന്തിനാ എന്നെ കാണേണ്ടത്? ശു, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഒന്നും കറങ്ങി നടക്കരുതെന്ന്. ഓ, പിന്നെ ഞാനെന്താ, നീ വളർത്തുന്ന പട്ടിയാണോ? നീ പറയുന്നതനുസരിച്ച് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ട് പറ പറ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ബീരാനിക്ക് ചോദിച്ചു, വീട്ടിലെ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ആയിരുന്നോ? അല്ല, എന്റെ വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയവര് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? ഇറച്ചിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറ. നല്ലതായിരുന്നോ? അടിപൊളിയായിരുന്നോ? കഴിക്കുമ്പം നല്ല ഹൽവ പോലെ ഉണ്ടായിരുന്നല്ലേ? അതാണ് അതാണ് ഈ ബീരാനിക്കാന്റെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. ബീരാനിക്കാന്റെ കൈപ്പുണ്യോ? അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അപ്പൊ നിങ്ങളല്ലല്ലോ ബിരിയാണി ഉണ്ടാക്കിയത്. അതെ, ചിക്കൻ മേടിച്ചത് എന്റെ കടയെന്നാ. നിന്റെ നിന്റെ അനിയത്തി രേവതി ചിക്കൻ മേടിച്ചത് എന്റെ കടയെന്നാ. രേവതി അവിടെ നിന്നാണോ ചിക്കൻ മേടിച്ചത്? അതേന്നെ, അവിടെ നിന്നാ ചിക്കൻ മേടിച്ചത്. ഡെയിലി ഒരു കസ്റ്റമർ ഉണ്ട് എന്റെ കടയിൽ വരുന്നത്. ആ പെണ്ണാണ് രേവതിനെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പം രേവതി നിങ്ങളെ കണ്ടോ? ഊഹ്, നിങ്ങളെല്ലാം പറഞ്ഞോ അവളോട്? എന്റെ ദൈവമേ, രേവതി എല്ലാം അറിഞ്ഞോ? എനിക്ക് പറയേണ്ടി വന്നേനെ. ആ പെണ്ണ് കുറച്ച് സമയം ഫോണിലായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറയാത്തതും. ബുദ്ധിപരമായി ഞാൻ തോർത്തുകൊണ്ട് മൂടുകയും ചെയ്തെന്റെ മുഖം. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ കള്ളക്കളി പൊളിഞ്ഞ് പാളീസായി പോയേനെ. ഞാൻ എന്റെ ബുദ്ധിപരമായിട്ട് കളിച്ചത് കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. അല്ല, അവക്ക് മനസ്സിലായിട്ടും മനസ്സിലാകാത്ത ഭാവത്തില് അവൾ നിന്നതാണോ? എന്നെ ഒന്നും മനസ്സിലായിട്ടില്ല, അത് ഉറപ്പാ. ഞാൻ അതുപോലെ മുഖം മൂടിയിട്ടിരുന്നു. എന്റെ ഈശ്വര ഭഗവാനെ, ഭാഗ്യം രക്ഷപ്പെട്ടിരുന്നു. അല്ല, നീ അയാൾ പറയുന്ന ബാക്കിയും കൂടെ കേക്ക് മീരെ, അപ്പൊ അത്രയ്ക്ക് ആശ്വാസം തോന്നത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക് പറഞ്ഞു, ശ്രുതി, ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ ആരെയും ചതിക്കാറില്ല, കള്ളം പറയാറുമില്ല, ചതിക്ക് കൂട്ടു നിൽക്കാറുമില്ല. നല്ല ഇറച്ചി മാത്രം വിറ്റ് ജീവിക്കുന്ന ഒരാളാ ഞാന്. കള്ളത്തരവും കാണിക്കാറില്ല. ഇതിപ്പം ഇതിപ്പം നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാലോ. നിനക്ക് വേണ്ടി ആദ്യമായിട്ട് ദേ ഈ വീരാൻ കള്ളം പറയുന്നത് ദൈവം എന്നോട് പൊറുക്കത്തില്ല. പിന്നെ രേവതിക്ക് എന്നെ മനസ്സിലായിരുന്നെങ്കിലുണ്ടല്ലോ, ദേ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയെടുത്ത് എന്റെ സൽപ്പൻ നഷ്ടമായേനെ, എന്റെ മാനവും മര്യാദയൊക്കെ പോയേനെ. ഇനിയും വരൂന്ന് പറഞ്ഞ അവള് പോയേക്കുന്നത്. രേവതി ഇനിയും വരുന്നോ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല. അയ്യോ, പേടിയാവുക. ഒരു കാര്യം ചെയ്യുക, നിങ്ങളെ ഇനി ആ കട തുറക്കണ്ട. തുറക്കണ്ടെന്നോ? നിങ്ങൾ കട പൂട്ടി വേറെ എങ്ങോട്ടേലും പോ. അയ്യോ, പിന്നെ എത്ര ഈസി ആയിട്ട് പറയുന്നത്, കട തുറക്കണ്ടെന്നോ? മീര കേട്ടില്ലേ ഇവള് പറയുന്നത്? ഞാൻ എത്ര വർഷമായിട്ട് കട കൊണ്ട് നടക്കുന്ന, കട കൊണ്ടാ ഞാനും എന്റെ മക്കളും ഭാര്യയൊക്കെ ജീവിക്കുന്നത്. നീ കൊള്ളാലോടി. ദേ, നീ ഒരു സ്വാർത്ഥമായിട്ടുള്ള പെണ്ണാട്ടോ. നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ എന്തൊരു പെണ്ണാടി, നീ ഒരു പെണ്ണാണോടി? ദേ,
നിനക്ക് വേണ്ടി ഞാനുണ്ടല്ലോ എത്ര പ്രാവശ്യം നിന്റെ ഇളയച്ചനായിട്ട് അഭിനയിച്ചു. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത്ര കള്ളത്തരവ് നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്നത്. നീ എന്റെ ആരുമല്ല. എന്നിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് ഈ മീര പറഞ്ഞിട്ടാ. മീരയോടുള്ള ചില കടപ്പാട് കൊണ്ടാ. ഇപ്പൊ ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോവുക. ഓ, ദേ നിനക്കെന്റെ കട പൂട്ടിക്കണം അല്ലേ? ഇപ്പൊ പൂട്ടിക്കാടി. ദേ നീ എന്തിനാടി അങ്ങനെ പറഞ്ഞത്? എനിക്ക് കലി വരുന്നുണ്ട്. അല്ല വീരാനെ, രേവതി പിന്നെയും വന്ന പ്രശ്നമല്ലേ? അതുകൊണ്ടാ. അത് തന്നെ എന്റെ പ്രശ്നം. നിനക്കറിയാമോ, എന്റെ കടയിൽ ഒരു പ്രാവശ്യം വന്നവർ വീണ്ടും വീണ്ടും വരും. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ഇറച്ചിയാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് തന്നോട് കട പൂട്ടാൻ ഞാൻ പറഞ്ഞത്. വേറെ എവിടെയെങ്കിലും പുതിയ കട തുടങ്ങാലോ. അതൊന്നും ശരിയാവത്തില്ല. ദേ എന്റെ സ്വന്തക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ള സ്ഥലമായത്. ഈ ഏരിയയിൽ നിന്ന് ഞാൻ എങ്ങോട്ടേക്കും പോകത്തില്ല. എന്നാ പിന്നെ താൻ കുറച്ചു നാളത്തിന് പൂട്ടിയിട്ട് എന്റെ വീട് പട്ടിണിയാവില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യ്, രേവതി എന്റെ കടയിലേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ്. അത് പറയാനാ ഞാനിവിടെ വന്നത്. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല എന്റെ പൊന്നുമോളെ. ഇന്നത്തെ പോലെ എല്ലാ ദിവസവും അവളെ കബളിപ്പിച്ചിട്ട് രക്ഷപ്പെടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനി അവള് വരുമ്പം സച്ചി അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ജീവിതം അയ്യോ. അപ്പോഴത്തേക്ക് നമ്മുടെ മീര പറഞ്ഞു, നിങ്ങളെ ഇറച്ചി കിട്ടുന്ന കത്തിയില്ലേ, അതെടുത്തിട്ട് അവനെ അതങ്ങോട്ട് വെട്ടി അങ്ങോട്ട് കൊല്ലും നിങ്ങളെ. എന്നിട്ട് ഈ പോത്തിനെ ആട്ടൊക്കെ നിങ്ങളെ കെട്ടി തൂക്കിയിട്ട് ആട്ടുവല്ലേ, അതുപോലെ ഇട്ട് ആട്ടും. അയ്യോ, അതാ എന്റെ പിടി. അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. സച്ചി ഡേഞ്ചറാ. അതെ എന്റെ പൊന്നു വീരാനിക്ക്. ഇവള് പിന്നെ ആ വീട്ടിലുണ്ടാകത്തില്ല കേട്ടോ. ഇവളെ പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇതാ സംഭവിക്കാൻ പോകുന്നത്. നിനക്ക് വേണ്ടി ഒരു തീവ്രവാദിനെ പോലെ ഇങ്ങനെ പത്ത് കഴിയുക. എത്ര നാൾ ഇങ്ങനെ കഴിയും? ഇനി എനിക്ക് പറ്റത്തില്ല എന്റെ ശ്രുതി, ഇനി എനിക്ക് പറ്റത്തില്ല. അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു വന്ന എന്നെ നിങ്ങൾ രണ്ടും കൂടെ കോമാളിയാക്കി. തന്ത്രപൂർവ്വം എന്നെ പറ്റിച്ചു. അഭിനയിക്കാനുള്ള മോഹം കാരണം ഞാൻ എന്തൊക്കെ കള്ളത്തരങ്ങളാ പറഞ്ഞത്. എന്റെ കഷ്ടകാലത്തിന് നിങ്ങളുടെ കെണിയിൽ ഞാൻ വീണു. ഈ ഓട്ടം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാ. ഇനി ഈ വീരാനോടാം വയ്യ, എന്നെ കൊണ്ട് വയ്യ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ. പിന്നെ ഈ സച്ചിക്ക് രേവതിക്ക് മുമ്പിൽ ഞാൻ എങ്ങാനും പെട്ടാൽ, അവരെങ്ങാനും പിടികൂടിയാൽ എന്റെ ഈശ്വര, ഞാൻ അവനോട് ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും കേട്ടോ. ഇതെന്താ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ ഇങ്ങനെയല്ലാതെ എപ്പോഴാ പറയുന്നത്? മീര പറഞ്ഞതേ, ഈ വീരാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അപ്പൊ മീരാൻ പറഞ്ഞതേ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ കള്ളക്കളി ഉണ്ടല്ലോ എന്റെ ജീവിതത്തെ നന്നായിട്ട് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പറ്റത്തില്ല. അധിക നാളൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ എന്റെ പൊന്നു ശ്രുതി ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ അവരോടുള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ പോവാ. അതിനു മുമ്പ് നിങ്ങളായിട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഈ ബീരം വിളിച്ചു പറയും. അങ്ങനെ ചെയ്തിട്ടുണ്ടായാലുണ്ടല്ലോ നിങ്ങൾ സേഫ് ആവും, ഞാനും സേഫ് ആകും. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായാല് നിങ്ങൾ തന്നെ ആയിരിക്കും ഇവിടെ പെടാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണം. ഇനി രേവതി എന്ന് എന്റെ കടയിൽ വരുന്നു, അന്നും കൂടെ മാത്രമേ എനിക്ക് ഇത് മൂടി വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ എല്ലാം തുറന്നു പറയും. പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പൊ പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ പോയേക്കുക എന്ന് പറഞ്ഞ് ബീരാൻ അങ്ങ് പോയി. ശ്രുതി ഇങ്ങനെ അക്കിടി പറ്റി നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതി പറഞ്ഞു, ഇനി എന്ത് ചെയ്യും മീര? എല്ലാം കൈ വിട്ട് പോവാ. എനിക്ക് പേടിയാവുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അല്ല മീര, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനല്ലേ? എടി വരുന്നിടത്ത് വെച്ച് കാണാന്നോ? അതേന്നെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീര പറഞ്ഞു, പോട്ടെ നീ ഇനിയിപ്പൊ സമാധാനിക്കുക, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് മീര. ഇതേ സമയത്ത് നമ്മുടെ ഭാമയാണെങ്കിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാമേനെയാണ് കേട്ടോ. അപ്പൊ ഭാമ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരിക. അങ്ങനെ രേവതി ഒരു കവറൊക്കെ പിടിച്ചോണ്ടാണ് വരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ രേവതി കുറച്ച് പൂവൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ട് കൊടുക്കുകയാണ് ഭാമ ചോദിച്ചിട്ട്. അങ്ങനെ ഭാമ പറഞ്ഞു, നീ കൊണ്ടുവരുന്ന പൂക്കളൊക്കെ നല്ല ഫ്രഷാ രേവതി, ഇപ്പം പൂത്തതുപോലെ ഉണ്ട്. എന്താ വാസന? ദൈവത്തിന് അർപ്പിക്കുന്ന പൂക്കളെ മണപ്പിച്ചു നോക്കരുതെന്നാ പറയുന്നത് ആന്റി. അയ്യോ, അത് ആർക്കറിയാം, ഞാൻ മറന്നുപോയി മോളെ. ഈ ഇടയായിട്ട് എനിക്ക് ഭയങ്കര മറവിയാണെന്നേ. മനസ്സ് ശരിയല്ല. അല്ല എന്താ പറ്റിയത്? എന്തു പറ്റി ആന്റിയുടെ മനസ്സ് ശരിയാകാത്തത്? അത് പിന്നെ നടന്നതൊക്കെ നിനക്കറിയാലോ. ദിവസം 2 നേരമെങ്കിലും ചന്ദ്രയ്ക്ക് ഫോൺ ചെയ്യാറുള്ളതാ ഞാന്. ഇപ്പം എന്നെ അവള് വിളിക്കുന്നില്ലെന്നേ. ഭയങ്കര സങ്കട. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. ഞാൻ സച്ചിയോള് സത്യം പറഞ്ഞതാ കാരണം. ഞാന് വീട്ടിൽ വന്നപ്പോഴേ അവള് എന്നെ ഗൗനിച്ചില്ല. ഞാന് എന്ത് തെറ്റാ രേവതി ചെയ്തത്? നീ ഒന്ന് പറ. എനിക്കറിയാം ആന്റിയുടെ വിഷമം.
ആ, സച്ചി പാവുക രേവതി, വിഷമത്തോടു കൂടിയ അന്ന് അവൻ ഇവിടെ വന്നത്. അതിനു മുമ്പേ ഞാൻ അവനെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടാ വന്നത്. രേവതി, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഇപ്പൊ നിങ്ങൾക്കും ഇഷ്ടമല്ലാതായോ എന്നൊക്കെ അവൻ എന്നോട് ചോദിച്ചു. അവന്റെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ തകർന്നു പോയി. അത് കേട്ടപ്പോ എൻ്റെ മനസ്സൊന്ന് പെടഞ്ഞു മോളെ. അതുകൊണ്ടാ ഞാൻ സച്ചിയോട് സത്യമൊക്കെ പറഞ്ഞതും എല്ലാം അറിഞ്ഞതും ഒക്കെ. അത് പിന്നെ ആന്റി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോ, നിനക്ക് മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ മോളെ. അവക്കൊന്നും മനസ്സിലാവത്തില്ല, ആരെ മനസ്സിലാക്കാനും അവക്ക് കഴിയത്തില്ല. അവള് പ്രസവിച്ച സച്ചിയെ അവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഉം അവൻ മനസ്സിൽ കള്ളത്തരമില്ലാത്തവനാ, നല്ലവനാ. ആ, എനിക്ക് അങ്ങനെ ഒരു മകനെ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ, ഞാൻ എൻ്റെ കൈവെള്ള വെച്ചോണ്ട് നടന്നേന്. എന്ത് ചെയ്യാനാ, അതിനുള്ള വിവരവും ബോധവും അവക്കില്ല. 30 വർഷം കൂടാതെ എന്നെയും മനസ്സിലാക്കിയിട്ടില്ല. ദേ, നീ കാശ് മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മോളെ, അവളാ പറഞ്ഞത് നീ ആ കാശ് മോഷ്ടിച്ചതെന്ന്. നീ തെറ്റിദ്ധരിക്കരുതേ രേവതി എന്നെ. ഇല്ല ആന്റിനെ എന്ത് തെറ്റിദ്ധരിക്കാനാ, എനിക്ക് ആന്റീനെ അറിയത്തില്ലേ. പിന്നെ ആദ്യം കേട്ടപ്പോ ഒരു വിഷമം വന്നു. അത് പിന്നെ മോളെ, ചന്ദ്രയ്ക്ക് നല്ലതും ചെയ്തേയും തിരിച്ചറിയാനുള്ള കഴിവില്ല. എന്ത് പറയണം എന്ത് പറയണ്ട എന്നൊന്നും അറിയത്തില്ലെന്നേ. തെറ്റ് ചെയ്താലും അവക്ക് ഒരു കുറ്റബോധമോ കൂസലോ ഒന്നുമില്ല. അവൾ അങ്ങനെയാ. രവിയേട്ടൻ തങ്കം പോലൊരു മനുഷ്യനാട്ടോ. രവിയേട്ടന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലും ഉണ്ടല്ലോ, ചന്ദ്രനെ മുന്നേ ഒഴിവാക്കിയനെ, പറഞ്ഞു വിട്ടേനെ, ഇല്ലെങ്കിൽ തല്ലി കൊന്നിട്ട് ജയിലിൽ പോയേനെ. അതുപോലെയാ. അത് പിന്നെ ആന്റി, അച്ഛൻ അങ്ങനെയാന്നേ, ആരെ വിഷമിക്കത്തില്ല, സ്നേഹിക്കാൻ മാത്രമേ അച്ഛനെ അറിയത്തുള്ളൂ. എല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മനസ്സാ അച്ഛൻ്റെത്. ഭാഗ്യം ചെയ്തവൾ അവള്. ചന്ദ്രയെ, നല്ല മരുമകളെ അല്ലേ അവക്ക് കിട്ടിയത്. നിന്നെയും സച്ചിയേട്ടന്റെയും രവിയേട്ടന്റെയും ഒന്നും വില ഇതുവരെ അവക്ക് മനസ്സിലായിട്ടില്ല മോളെ. നിന്നെക്കുറിച്ച് മോശമല്ലാതെ നല്ലതൊന്നും അവൾ ഇന്നേക്കിന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ലെന്നുള്ളതല്ല, ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല. അതൊക്കെ കേൾക്കുമ്പോ ആന്റി എനിക്ക് വിഷമം തോന്നാറൊക്കെ ഉണ്ട്. ഇപ്പം പക്ഷെ വലിയ വിഷമമൊന്നുമില്ല, അതൊക്കെ എനിക്ക് ശീലമായി. അല്ല മോളെ, ഞാന് കാരണമല്ലേ ശ്രുതി അവിടെ മരുമകളായിട്ട് എത്തിയത്. നിന്നെ പോലെ തന്നെ നല്ലൊരു കുട്ടിയാ ശ്രുതിയും നല്ല കുട്ടിയാണെന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ, വെറുതെ പറഞ്ഞതല്ല. അവള് നല്ല മനസ്സുള്ളവളല്ലായിരുന്നെങ്കിലേ നീ എല്ലാ കാശെടുത്തതെന്ന് തെളിയിക്കാൻ വേണ്ടി അവളുടെ താലിമാല വിറ്റ് എനിക്ക് 2 ലക്ഷം രൂപ തരുമായിരുന്നോ? ഏ, എന്താ ആന്റി പറയുന്നത്? 2 ലക്ഷം രൂപ ശ്രുതി ആന്റിക്ക് തന്നെന്നോ? ഏ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല ആന്റി, എന്താ ആന്റി? അല്ല, സത്യവും ഞാൻ പറഞ്ഞത്. രേവതിയെ ക്യാഷ് എടുത്തതെന്ന് പറഞ്ഞ് അവളെ കൊല്ലാക്കൊല്ല ചെല്ലിയാണ്. ഇതിന്റെ പേരില് വീട്ടിൽ ഭയങ്കര പ്രശ്നമാ. ഇങ്ങനെ പോയ രേവതി ആത്മഹത്യ ചെയ്യും. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, കുടുംബത്തിൽ വഴക്കുണ്ടാകരുത്, സമാധാനം വേണം എന്നൊക്കെ അവൾ എന്നോട് വന്ന് പറഞ്ഞു. എന്നിട്ട് അവളുടെ താലിമാല വിറ്റിട്ട് 2 ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നതും അത് ഞാൻ കൊടുത്തതും. അല്ല, അവളുടെ താലിമാല വിറ്റ കാശാ. അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? അല്ല, ക്യാഷ് ആരും മോഷ്ടിച്ചില്ല, അത് ഷെൽഫിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ശരിക്കും നോക്കിയിട്ടില്ല, അതാണ് കാണാത്തത് എന്ന് ചന്ദ്രയോട് വിളിച്ച് പറയാൻ പറഞ്ഞു അവൾ എന്നോട്. ഞാന് അതുപോലെ ചന്ദ്രയോട് വിളിച്ചു പറഞ്ഞു. അതാണ് സംഭവിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം രേവതി ഇതെന്ത് പറ്റി, ശ്രുതിയുടെ സ്വഭാവം ഒരിക്കലും ഇങ്ങനെ അല്ലല്ലോ, അത് രേവതിക്ക് അറിയാമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറഞ്ഞു, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുമല്ലോ, അതിനും കൂടി വേണ്ടിയാ ആ പെങ്കൊച്ച് ഇതൊക്കെ ചെയ്തത്. നല്ല മനസ്സുള്ള പെങ്കൊച്ചല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അതിന് ചെയ്യാൻ തോന്നിയത്. കുടുംബസ്നേഹിയായ ഇങ്ങനെ ഒരു മരുമകളെ ഏത് അമ്മായിയമ്മയ്ക്ക് കിട്ടും? പല കുടുംബത്തിലും മരുമക്കൾ തമ്മിൽ അടിയല്ലേ. ഇവിടുത്തെ നിനക്ക് വേണ്ടി അവൾ സ്വന്തം കെട്ടുതാലി വരെ വിറ്റു. ഒന്ന് ഓർത്ത് നോക്കിയേ. അല്ല ആന്റി ഈ സത്യം തന്നെയാണ് ഇതൊക്കെ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓഹോ, അപ്പൊ നിനക്കും എന്നെ വിശ്വാസമില്ലേ? ഭഗവാനാണ്, ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാ. ഭഗവാൻ നീ തന്റെ പൂവാണ്, ഞാൻ ഇതൊക്കെ പറഞ്ഞത് സത്യമാ. അവള് നിന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലേ, എന്തുകൊണ്ടാ പറയാതിരുന്നത്? അതൊന്നും ഓർത്ത് നോക്കിയേ. അയ്യോ, അറിയില്ല ആന്റി, അവളെന്താ എന്നോട് പറയാതിരുന്നത്? ഇതാരും അറിയണ്ടെന്ന് അവൾ കരുതി കാണുമായിരിക്കും. എന്തിനാ കൊട്ടി കൂക്ഷിക്കുന്നത്? നല്ല മനസ്സുള്ളവരങ്ങനെയാ. ഒരു കൈ കൊണ്ട് ചെയ്യുന്ന സഹായം മറ്റേ കൈ പോലും അറിയത്തില്ല. ആ, ഞാനീ പറഞ്ഞത് നീ അവളോട് പോയി പറയരുത് കേട്ടോ. അവളോടൊന്നല്ല, നീ ആരോടും പറയണ്ട. ഇല്ലാണ്ടി, ഞാന് ആരോടും പറയില്ല, ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മുടെ രേവതിക്ക് എന്തൊക്കെയോ തോന്നുകയാണ് കേട്ടോ. ഇത് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ബാമ വെച്ച്, നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ശ്രുതി എന്തുകൊണ്ടാ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത്? അതാ എനിക്ക് മനസ്സിലാവാത്തത് ആന്റി. അതവളുടെ നല്ല മനസ്സ്, അല്ലാതെ പിന്നെ എന്തുവാ? നല്ല മനസ്സുള്ളതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്തു. എന്നാ പിന്നെ ശരി ആന്റി, ഞാനേ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി എന്താ പറയാ, ഒരു വെളിവും ഇല്ലാതെ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല രേവതിക്ക്.
അങ്ങനെ രേവതി ചെന്ന് നേരെ സച്ചിയോട് കാര്യം പറയുവാണ് കേട്ടോ. എന്റെ പൊന്നു സച്ചേട്ടൻ, ഞാനൊരു കാര്യം അറിഞ്ഞിട്ട് ഞെട്ടിപ്പോയി. ആ 2 ലക്ഷം രൂപയില്ലേ, ഭാമയാന്റിയുടെ വീട്ടിൽ നിന്ന് കാണാതെ പോയ 2 ലക്ഷം രൂപ, അതൊരിക്കലും തിരിച്ചു കിട്ടിയതല്ല. ആ പൈസയെ നമ്മുടെ ശ്രുതി തിരിച്ചു കൊടുത്തതാ. തിരിച്ചു കൊടുത്തെന്നോ? ആർക്ക്? എപ്പം? ഭാമയാന്റിക്ക് തിരിച്ചു കൊടുത്തതാന്ന്. ഏ ഭാമയാന്റി കള്ളം പറഞ്ഞായിരിക്കുമോ? ഏയ് അല്ല, ഭാമയാന്റി എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? അങ്ങനെ കള്ളം പറയേണ്ട കാര്യം എന്തിനാ ഭാമയാന്റിക്ക്? അല്ല, എന്തിനാ പാർലറെടുത്ത് ക്യാഷ് കൊടുത്തത്? രേവതി എല്ലാവരും ചേർന്ന് കള്ളിയാക്കി അവൾക്ക് വീട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ പോയാൽ അവൾ ആത്മഹത്യ ചെയ്യും, ആ പിന്നെ പേരുദോഷം മാറ്റി അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ 2 ലക്ഷം രൂപ കൊടുത്തത്. ഇത്രയും പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ കൊടുത്തുന്നോ? വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. തമ്മിത്തല്ലാത്ത കുടുംബത്തിൽ എല്ലാവരും സമാധാനത്തോടു കൂടി കഴിയണം, എല്ലാവരും ഒത്തൊരുമിച്ച് പോകണം, അതിനുവേണ്ടി അത്ര ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്റെ പൊന്ന് രേവതി, നീ പാർലറേട്ടത്തി പറഞ്ഞെന്നും പറഞ്ഞ് വിശ്വസിച്ചിരിക്കുവാണ് ഇതൊക്കെ. പിന്നെ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ലേ ഞാന്? എന്റെ പൊന്നു സച്ചേട്ടാ പോവുന്നു. എന്റെ നല്ലതിന് വേണ്ടി ശ്രുതി എന്തെങ്കിലും ചെയ്യുന്നു സച്ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്കറിയാൻ ചെയ്യത്തില്ലെന്ന്. അതെ രേവതി, ചെയ്യത്തില്ല. സമയം കിട്ടുമ്പോഴൊക്കെ പിന്നീന്ന് കുത്താനേ അവള് നോക്കത്തുള്ളൂ, അതെനിക്കും അറിയാം. അവള് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുക്കുവോ? എനിക്ക് കേട്ടിട്ട് ചിരിയാ വരുന്നത്. അതും 2 ലക്ഷം രൂപയെ! ഇത് ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല സച്ചേട്ടാ. അല്ല, എന്തിനായിരിക്കും അവൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അല്ല, ഈ സൈലന്റ് ആയിട്ട് നിന്ന് ഇവള് നമ്മക്കിട്ട് പണിയുന്നതാണോ അതോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കും അറിയില്ല സച്ചേട്ടാ, ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഭാമ ആന്റിക്ക് ക്യാഷ് കൊടുത്തതിന് പിന്നിൽ വേറെ എന്തോ രേവതി ഉണ്ട്. രേവതി, വേറെ എന്തോ ഉണ്ട്. അതിനെന്തെങ്കിലും കാരണം കാണുമായിരിക്കും രേവതി. വേറെ എന്ത് കാരണം? അതെന്താ? അതെ, ആരും കാണാതെ ഞാനൊരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് എടുത്തെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും ആ സാധനം ആരെടുക്കും എന്ന് അന്വേഷിക്കും, അല്ലേ? അതെ സച്ചേട്ടാ, അങ്ങനെ അന്വേഷിച്ചും പിടിക്കപ്പെടും എന്നൊക്കെയുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാലേ ഞാൻ എന്ത് ചെയ്യും? ഞാന് വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ല, സച്ചേട്ടൻ എന്ത് ചെയ്യും? ഇടിമണ്ടി, ആ സാധനം ആരും കാണാതെ ഞാൻ തന്നെ എടുത്തെടുത്ത് കൊണ്ടുവയ്ക്കത്തില്ലേ? അപ്പൊ അന്വേഷണം നടക്കില്ലല്ലോ, പിന്നെ പിടിക്കില്ലല്ലോ. ഞാന് ആ സാധനം എടുത്തെന്ന് ആർക്കും മനസ്സിലാവത്തുമില്ല. അപ്പം ശ്രുതിയാണ് 2 ലക്ഷം മോഷ്ടിച്ചെന്നാണോ സച്ചേട്ടൻ പറയുന്നത്? അങ്ങനെ വേണമല്ലോ നമ്മൾ കരുതാനായിട്ട്. അങ്ങനെ ആയിരിക്കും സംഭവം. സച്ചേട്ടാ, ആ 2 ലക്ഷം അപ്പൊ ശ്രുതിയാണോ എടുത്തത്? അതേന്നേ. ആ 2 ലക്ഷം ശ്രുതി തന്നെ എടുത്തത്. ഓട്ടക്കാരനും പാർലറേടത്തിയും അവരുടെ നല്ലതിനു വേണ്ടി ചെയ്യത്തുള്ളൂ, അല്ലാതെ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഇത് പെട്ടുപോകും എന്ന സ്ഥിതി വന്നപ്പം ആ ക്യാഷ് തിരിച്ചു കൊടുത്തതാ. എന്നാലും അവള് അങ്ങനെയൊക്കെ ചെയ്യുവോ? ഇതല്ല, അതിനപ്പുറവും ചെയ്യും. അവള് വെറും ഫ്രോഡാ, വെറും ഫ്രോഡ്. അല്ല, പറയാന്നല്ലാതെ അവളുടെ കയ്യിൽ നമ്മൾ ക്യാഷ് കൊടുത്തതിന്റെ തെളിവൊന്നും ഇല്ലല്ലോ സച്ചേട്ടാ. ഓ, ഇതിപ്പം നമ്മൾ വീട്ടിൽ പറഞ്ഞാലേ വലിയ ഭൂകമ്പം ഉണ്ടാവും, ഭൂകമ്പം. ഇത് ഞാൻ കെട്ടിച്ചഴിച്ച കഥയാണെന്ന് പറഞ്ഞ് അമ്മ എന്റെ തലയിൽ കയറി താണ്ടാവാടും. ഏതായാലും രേവതി, ഇപ്പൊ നീ ഒന്നും പറയണ്ട. സമയമാകുമ്പം നടന്നത് എന്താണെന്ന് തെളിവ് സഹിതം നമുക്ക് കൊടുക്കണം. അല്ല സച്ചേട്ടൻ ഇനിയിപ്പൊ അതിന്റെ പുറകെ നടക്കുകയൊന്നും വേണ്ട. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും അത് പുറത്തു വരും, അതെല്ലാവരും അറിയുകയും ചെയ്യും. നമുക്കതിന് കാത്തിരിക്കാം. ഇനിയിപ്പൊ കാത്തിരിക്കാം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അത് പിന്നെ ഇനിയിപ്പം ഭാമയാന്റി തന്ന 2 ലക്ഷം രൂപയെ ഞാന് ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫിനാൻസുകാർക്ക് കൊടുത്തതിന് ബാക്കി കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടിട്ടേരെ, ഇവിടെ വെക്കണ്ട, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് പോയിട്ടോ. സച്ചി അങ്ങനെ ചിന്തിച്ചിരിക്കുക, എന്തോ ഇതിന്റെ പിന്നിലുണ്ട്, എന്തൊക്കെയോ മക്കിടി പരിപാടി ഉണ്ടെന്ന്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മുടെ പത്തരമാറ്റിന്റെ കഥ ഇന്ന് ഇടുന്നതായിരിക്കും കേട്ടോ.